2025 ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ആദ്യ പരീക്ഷയ്ക്ക് കടക്കാൻ പോവുകയാണ്. ഇംഗ്ലണ്ടിനെതിരായ T20 ഏകദിന പരമ്പരകളാണ് ഇന്ത്യക്ക് മുന്നിലെത്തുന്നത്. 5 മത്സരങ്ങളടങ്ങിയ T20 പരമ്പരയേക്കാൾ 3 മത്സരങ്ങളടങ്ങിയ ഏകദിന പരമ്പരയാണ് ഇന്ത്യയെ സംബന്ധിച്ച് പ്രധാനപ്പെട്ടത്. ഇതിനുശേഷം ചാമ്പ്യൻസ് ട്രോഫി നടക്കാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഏകദിന പരമ്പരയിലെ പ്രകടന ടീം തിരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുമെന്ന് ഉറപ്പാണ്. ഇന്ത്യയുടെ സമീപകാലത്തെ മോശം പ്രകടനം വിലയിരുത്തി ടീമിൽ വലിയ അഴിച്ചുപണികളാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. പരിശീലകൻ എന്ന നിലയിൽ ഗൗതം ഗംഭീറിനെ സംബന്ധിച്ച് ഇനിയുമുള്ള മത്സരങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ടീം നിരാശപ്പെടുത്തിയാൽ ഗംഭീറിന്റെ സീറ്റ് തെറിക്കാനുള്ള സാധ്യതകളും കൂടും. അതുകൊണ്ട് തന്നെ മോശം ഫോമിലുള്ളവരെ തഴഞ്ഞ് തന്റെ വിശ്വസ്തരെ ടീമിലേക്ക് കൊണ്ടുവരുവാൻ ഗംഭീർ നീക്കം ആരംഭിച്ചിട്ടുണ്ടെന്നാണ് വിവരങ്ങൾ ലഭിക്കുന്നത്. ചാമ്പ്യൻസ് ട്രോഫി മുന്നിൽ കണ്ട് ചില നിർണായക അഴിച്ചുപണികൾ ഇംഗ്ലണ്ട് ഏകദിന പരമ്പരയിലൂടെ വരുത്താൻ ഗംഭീർ ഒരുങ്ങുകയാണെന്നാണ് സൂചനകൾ. ചാമ്പ്യൻസ് ട്രോഫി മുന്നിൽ കണ്ട് ചില നിർണായക അഴിച്ചുപണികൾ ഇംഗ്ലണ്ട് ഏകദിന പരമ്പരയിലൂടെ വരുത്താൻ ഗംഭീർ ഒരുങ്ങുകയാണെന്നാണ് സൂചന. എന്നാൽ ഗൗതം ഗംഭീർ സഞ്ജുവിനെ ടീമിലേക്ക് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് വിവരങ്ങൾ ലഭിക്കുന്നത്. KL രാഹുൽ മധ്യനിരയിലെ വിശ്വസ്തനാണെങ്കിലും സ്ട്രൈക്ക് റേറ്റ് വളരെ മോശമാണ്. അതുകൊണ്ട് തന്നെ ടീമിലേക്ക് പരിഗണിക്കാൻ ഗംഭീറിന് വലിയ താല്പര്യമില്ല. ഋഷഭ് പന്തിന്റെ ഏകദിനത്തിലെ കണക്കുകൾ ശരാശരി മാത്രമാണുള്ളത്. അതുകൊണ്ട് തന്നെ മികവ് തെളിയിച്ചിട്ടുള്ള സഞ്ജുവിനെ വീണ്ടും പരിഗണിക്കാനാണ് ഗംഭീറിന്റെ താല്പര്യമെന്ന് സൂചനകൾ ലഭിക്കുന്നു. ഇന്ത്യയുടെ T20 ടീം നായകനാണ് സൂര്യകുമാർ യാദവ്. നിലവിൽ ഗംഭീറിന് കീഴിൽ ഇന്ത്യയുടെ T20 ടീം മാത്രമാണ് ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഗംഭീറിന്റെ വിശ്വസ്തനായി സൂര്യകുമാർ മാറിക്കഴിഞ്ഞു. T20യിൽ നിന്നും റെക്കോർഡുള്ള സൂര്യകുമാറിന് പക്ഷേ ഏകദിനത്തിൽ ഈ മികവ് കാട്ടാനായിട്ടില്ല. ഇതോടെ ടീമിൽ നിന്നും സൂര്യ തഴയപ്പെടുകയും ചെയ്തു. ഇപ്പോഴിതാ സൂര്യയെ ഏകദിനത്തിലേക്ക് തിരികെ കൊണ്ടുവരുവാൻ ഗംഭീർ നീക്കം നടത്തി വരുമെന്നാണ് വിവരങ്ങൾ ലഭിക്കുന്നത്. രോഹിത് ശർമ്മയ്ക്ക് ശേഷം ഇന്ത്യയുടെ ഏകദിന ടീം നായകൻ ആരാണെന്നുള്ളത് വലിയ ചോദ്യമാണ്. ഗംഭീറിന് വിശ്വാസമില്ല. ഏറ്റവും വിശ്വസ്തൻ സൂര്യകുമാർ യാദവ് ആയതിനാൽ അദ്ദേഹത്തെ ഏകദിനത്തേക്കും കൂടുതൽ പിന്തുണയ്ക്കാനാണ് നീക്കമാണ് ഗംഭീർ നടത്തി വരുന്നത്. നായക സ്ഥാനത്തേക്ക് സർപ്രൈസായി സൂര്യകുമാർ യാദവ് വരുമോ എന്നതും കണ്ടു തന്നെ അറിയണം. ഇന്ത്യയുടെ സീനിയർ താരങ്ങളും ഇതിഹാസങ്ങളുമാണ് രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും. രണ്ടുപേർക്കും ഇന്ത്യൻ ടീമിൽ സീറ്റ് ഉറപ്പില്ലാത്ത അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. BCCIയുടെ പുതിയ സെക്രട്ടറി 2 സീനിയർ താരങ്ങളെയും ടീമിലേക്ക് എടുക്കുന്ന കാര്യത്തിൽ അതൃപ്തി വ്യക്തമാക്കുകയും ചെയ്തു. സെലക്ടറായ അജിത് അഗാർക്കറിനോട് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് കൈമാറിയിട്ടുണ്ടെന്നും വിവരങ്ങൾ വരുന്നു. അതുകൊണ്ട് തന്നെ ഇവരെ ഇന്ത്യ ഏകദിനത്തേക്ക് പരിഗണിക്കുമോ എന്ന കാര്യത്തിൽ ഉറപ്പ് പറയാനായിട്ടില്ല. എന്തായാലും ചില സർപ്രൈസ് നീക്കങ്ങൾ ഇന്ത്യൻ ടീമിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കും.